മിമിക്രി എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ മിമിക്രി അല്ല ഒരിക്കലും കലാഭവമണി കാണിച്ചത്. എനിക്ക് തോന്നുന്നു എൻ്റെ പടമായതുകൊണ്ടാണ് നമ്മുടെ സിനിമാക്കാർ കലാഭവമണി മിമിക്രിയ കാണിച്ചെന്നും പറഞ്ഞ് അവാർഡ് കൊടുക്കുക എന്നാണ് എൻ്റെ വിശ്വാസം. അത് കരുമാടിക്കുട്ടനാണേലും എന്നോടൊരു ഇഷ്ടക്കേടുണ്ടായിരുന്നില്ല. ഇവനാര് നടത്തിയ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട സൂപ്പർ താരങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ച് എസ്പെഷ്യലി ഞങ്ങൾക്ക് പേരെടുത്ത് പറയാം മമ്മൂട്ടി. ശ്രീമാൻ മമ്മൂട്ടിയാണ് ഞാൻ മുൻനിരയിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നത്. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. അപ്പം പുതിയതായിട്ട് വന്നവരെല്ലാവരും ലൈക്കും ഷെയറും സബും ഒക്കെ ചെയ്ത് വീഡിയോ കാണുക. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ സംസാരിക്കാൻ വന്നത് വിനയൻ സാറിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നേക്കുന്നത്. അറിയാലോ, വിനയൻ സാറിൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തിൽ അദ്ദേഹത്തിൻ്റെ ഫേവററ്റ് പടം എന്ന് പറഞ്ഞാൽ അത്ഭുത ദ്വീപൊക്കെയാണ്. അത്ഭുത ദ്വീപ് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പടമാണ്. പിന്നെ അതിശയന, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള പടങ്ങളൊക്കെ കൊണ്ടുവരുന്നൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹം എവിടെ പോയി? കാരണം ഒതുക്കി ഒരു മൂലക്കാക്കാൻ ഇവിടെ പല ടീംസുകളും നോക്കിയിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, അയാൾക്ക് നല്ല കഴിവുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു രാജമൗലിയായിരുന്നു സത്യത്തിൽ നമ്മുടെ ആ കാലത്തെ. നല്ല രീതി അദ്ദേഹത്തിനെ എന്താ പറയുക, നല്ല നല്ല പ്രൊഡ്യൂസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വേറൊരു ലെവലിൽ എത്തേണ്ട ഒരു മനുഷ്യനാണ്. അയാളെ ശരിക്കും ഒതുക്കിയതാണ് പല ആൾക്കാരും. അങ്ങനെ വന്നപ്പോഴാണ് ഒരു ഇൻ്റർവ്യൂവിൽ അതേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോടുള്ള ചൊരുപ്പ് കൊണ്ടാണ് അന്ന് വാസന്തി ലക്ഷ്മിക്കും ഇതിനൊക്കെ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടത് ഇവരങ്ങ് ഒതുക്കി വിട്ടത്. അദ്ദേഹം പറയുന്നുണ്ട്, സത്യമാണ്. ഇപ്പോൾ ചിന്തിച്ച് നോക്കുമ്പോൾ അന്ന് മണിച്ചേട്ടനെ കിട്ടേണ്ട ഏറ്റവും വലിയൊരു അംഗീകാരമായിരുന്നു. ഞാൻ എൻ്റെ ഒരു തോന്നലാണ് ഈ സംസാരിക്കുന്നത്. കാരണം ഇവരെല്ലാവരും കൂടെ വിനയൻ്റെ പടമല്ലേ. കാരണം പുള്ളി ഇവരുടെ കാര്യത്തിനൊന്നും നിൽക്കത്തില്ല. പുള്ളി റിബിളായിട്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. അന്ന് ഇവരെയൊക്കെ കുറ്റപ്പെടുത്താൻ 100 ആൾക്കാരുകളുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാനൊന്ന് വെച്ചിട്ടാണ് കേട്ടു നോക്ക്. എൻ്റെ ഒരു പടമാണ് കല്യാണ സൗഗന്ധികം, ദിലീപിൻ്റെ പടം. ആ പടത്തിലാണ് പുള്ളി ത്രൂ ഔട്ട് കോമഡി ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർവെൽ ടൈമിലാണ് പുള്ളി ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ, ദിലീപ്, ജഗദീഷ്, ക്യാപ്റ്റൻ രാജു എല്ലാവരും ഉള്ള സമയത്ത് പുള്ളി ഇങ്ങനെ ഒത്തിരി കോമഡി കാണിക്കും, ഞങ്ങളെയൊക്കെ ചിരിപ്പിക്കും. അങ്ങനെയാണ് ഒരു അന്ധൻ ഇങ്ങനെ റോഡ് മുറിച്ച് കിടക്കുന്ന ഒരു സീൻ കാണിച്ചു. അത് മിമിക്രിക്ക് അപ്പുറത്തേക്ക് അതിനകത്തൊരു ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള, ഈ അന്ധൻ തന്നെ കണ്ടു പഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട്. അതായത് അയാളുടെ ഒരു മാനറിസവും അവരുടെ കണ്ണിലെ ദുഃഖവും ഓരോ വണ്ടി വരുമ്പോഴും പുറമോട്ട് ശബ്ദം കേട്ട് മാറുന്ന അങ്ങനെ ഒരു സാധനം കാണിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തു. അപ്പം ഞാൻ പെട്ടെന്ന് കൈ കഴുകിയിട്ട് ഞാൻ ഇയാളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഈ പെർഫോമൻസ് കണ്ടിട്ട് ഇത് മിമിക്രി ആയിട്ട് ഞാൻ കാണുന്നില്ല. ഇത് ഒരാളെ അബ്സോർബ് ചെയ്യാനൊരു അബ്സോർബ് ചെയ്യുന്നതാണല്ലോ ഒരു കലാകാരൻ്റെ കഴിവ്. ഇപ്പം ദാദാ സാഹിബ് അംബേദ്കർ എന്നും പറഞ്ഞ് നമുക്ക് അഭിനയിച്ചെങ്കിൽ ആ ക്യാരക്ടറെ ഉൾക്കൊള്ളുന്നിടത്താണ്. അല്ലെങ്കിൽ ഇരുവറിൽ MGRനെ, അതാണ് അതിൻ്റെ കഴിവ്. അതിനെ മിമിക്രി എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ മിമിക്രി അല്ല ഒരിക്കലും കലാഭവമണി കാണിച്ചത്. എനിക്ക് തോന്നുന്നു എൻ്റെ പടമായതുകൊണ്ടാണ് നമ്മുടെ സിനിമാക്കാർ കലാഭവമണി മിമിക്രിയ കാണിച്ചെന്നും പറഞ്ഞ് അവാർഡ് കൊടുക്കുക എന്നാണ് എൻ്റെ വിശ്വാസം. അത് കരുമാടിക്കുട്ടനാണേലും എന്നോടൊരു ഇഷ്ടക്കേടുണ്ടായിരുന്നില്ല. ഇവൻ വലിയ റിബൽ അല്ലെ, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നവരൊന്നും ഇഷ്ടമല്ലല്ലോ. ആ കൂട്ടത്തിൽ നിന്നിട്ട് കൂട്ടത്തിൽ നിന്നിട്ട് തെങ്ങേ കിടക്കുന്ന മാങ്ങയാണെന്ന് പറഞ്ഞാൽ ഒച്ചാന്ന് പറയുന്നൊരു അങ്ങനെ അവസ്ഥ ഉണ്ടായിരുന്നു. ഞാനതിന് അത് സമ്മതിക്കാൻ പോരാത്ത എന്നോടൊരു ഇഷ്ടക്കേട്. അതുകൊണ്ടായിരിക്കാം ഈ കരുമാടിക്കുട്ടനോ അല്ലെ വാസന്തി ലക്ഷ്മിയോ അല്ലെങ്കിൽ അത്ഭുത ദ്വീപോ ഒന്നും ഒരു ചർച്ച പോലും ചെയ്യപ്പെടാതെ പോയെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞത് ഇപ്പം ഏകദേശം കറക്റ്റായെന്ന് തോന്നിയില്ലേ? അന്ന് കലാമണി സാറിന് എന്താ പറയണ്ട, അവാർഡ് കിട്ടാതിരിക്കാൻ കാരണം ഇപ്പോഴത്തെ കുറേ ടീംസുകളാണെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം വിനയനോടുള്ള ദേഷ്യം, അദ്ദേഹത്തിനോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ബലിയാടായത്. ഇപ്പം ആടുജീവിതത്തിന് പൃഥ്വിരാജിന് ഓക്കെ അംഗീകാരം കിട്ടി. നിങ്ങളൊന്ന് ആലോചിക്കുക, വാസന്തി ലക്ഷ്മി ആ പടം അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കലാമണി ചേട്ടൻ എത്രമാത്രമാണ് ആ പടത്തിന് എഫർട്ട് ചെയ്തത്. അദ്ദേഹം പിന്നെ കരുമാടിക്കുട്ടൻ, ഇതിനൊന്നും അദ്ദേഹത്തിന് അവാർഡും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. സത്യത്തിലാണ് ഇതുപോലെ ആരഭിനയിക്കും? നിങ്ങൾ പറ, ഇതുപോലെ ആരഭിനയിക്കും? ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അതുപോലെ. അപ്പം ഇതൊന്നും എന്തെങ്കിലും തുടങ്ങിയതല്ല സത്യത്തിൽ. അതിനും കുറേ ടീംസ് ഉണ്ട്. മെയിനായിട്ട് മമ്മൂക്കാൻ്റെ പേരാണ് ഇവിടെ പറയുന്നത്. കാരണം എല്ലാവർക്കും ഇപ്പം പുള്ളിയാണ് ഏറില്ല. ഇപ്പം എവിടെ നോക്കിയാലും പുള്ളി ഏറിലാണ്. മെയിനായിട്ട് പുള്ളിയുടെ പേരാണ് പറയുന്നത്. കാരണം 15 വർഷം മുമ്പുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ ഓരോന്നായിട്ട് ഇപ്പോൾ വെച്ച് തരാം. 15 വർഷം മുമ്പുള്ള വിനയൻ മമ്മൂക്കേനെ കുറിച്ച് കുറച്ച് കാര്യം പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്ക്. സൂപ്പർ താരങ്ങൾക്കെതിരെ മാക്ട ഫെഡറേഷനിലെ അംഗങ്ങൾക്ക് തൊഴിൽ നിഷേധിക്കുന്ന പ്രവണതയ്ക്കെതിരെ സംഘടന മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും നിവേദനം നൽകി. മലയാള സിനിമാ പ്രവർത്തകരുടെ പുതിയ സംഘടനയായ ഫെഫ്കയുടെ തൊഴിലാളി വിരുദ്ധ നടപടിക്ക് നടൻ മമ്മൂട്ടിയാണ് നേതൃത്വം നൽകുന്നതെന്നും മാക്ട ഫെഡറേഷൻ പ്രസിഡന്റ് വിനയൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി.
മലയാള സിനിമയിലെ തൊഴിലാളികളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും യൂണിയനുകളുടെ കോൺഫെഡറേഷനായ മാക്ട ഫെഡറേഷന് കീഴിൽ 4000-ഓളം തൊഴിലാളികളുണ്ടെന്ന് പ്രസിഡന്റ് വിനയൻ പറഞ്ഞു. മാക്ട ഫെഡറേഷന് സമാന്തരമായി രൂപം കൊണ്ട പുതിയ സംഘടനയായ ഫെഫ്ക തൊഴിലാളി വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നത്. മാക്ട ഫെഡറേഷനിലെ അംഗങ്ങളെ തിരഞ്ഞുപിടിച്ച് ജോലി നിഷേധിക്കുകയാണ്. മാക്ട ഫെഡറേഷനെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും നിവേദനം നൽകിയെന്നും പ്രസിഡന്റ് വിനയൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മുതലാളിത്ത വൃന്ദങ്ങൾ നടത്തിയ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട സൂപ്പർ താരങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ച് എസ്പെഷ്യലി ഞങ്ങൾക്ക് പേരെടുത്ത് പറയാം മമ്മൂട്ടി. ശ്രീമാൻ മമ്മൂട്ടിയാണ് ഞാൻ മുൻനിരയിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം ഒരു സ്വയം വിപ്ലവകാരി ചമഞ്ഞുകൊണ്ട് തൊഴിലാളി ട്രേഡ് യൂണിയന്റെ ആരാച്ചാരായി മാറിയിരിക്കുകയാണെന്നുള്ളതാണ് സത്യം. സെറ്റുകളിൽ വന്ന അദ്ദേഹത്തിന് അഭിനയിക്കുന്നതിൽ കൂടുതൽ താല്പര്യം ട്രേഡ് യൂണിയൻ മെമ്പർമാർ എവിടെയെങ്കിലും സെറ്റുകളിലുണ്ടോ അവരെ ഫോൺ വിളിച്ചിട്ട് അവിടുന്ന് പുറത്താക്കുക. 2 ആഴ്ചയ്ക്കുള്ളിൽ മലയാള സിനിമയിലെ തൊഴിൽ പ്രശ്നം ചർച്ച ചെയ്യാൻ യോഗം വിളിക്കാമെന്ന് സാംസ്കാരിക മന്ത്രി ഉറപ്പു നൽകിയെന്ന് മാക്ട ഫെഡറേഷൻ നേതാക്കൾ അറിയിച്ചു. മാക്ട ഫെഡറേഷൻ അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിക്കാൻ പുതുമുഖങ്ങളെ അണിനിരത്തി സിനിമകൾ നിർമ്മിക്കുമെന്നും പ്രസിഡന്റ് വിനയൻ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. 15-16 വർഷം മുമ്പുള്ള സംഭവമാണ് ഇത് കേട്ടോ. അത് അന്നിറങ്ങിയൊരു വീഡിയോ തന്നെയാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അതല്ലാത്ത മെയിനായിട്ട് നമ്മുടെ ഇക്കയാണ് കളിച്ച് കൂട്ടിയേക്കുന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് വിനയൻ സാറിന് നല്ല പണിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെ വിനയൻ സാർ അതിന് കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി അവിടെ പലവർക്കും ഫൈനും അടച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര വർഷത്തിന് ശേഷം കണ്ടായിരുന്നു വിലക്ക് കൊടുത്തായിരുന്നു പുള്ളിക്ക്. അപ്പോൾ അതിനെതിരെ പുള്ളി കേസും കൊടുത്തു. പുള്ളിക്ക് എങ്ങാണ്ട് നഷ്ടപരിഹാരമായിട്ട് കുറച്ച് പൈസയും കാര്യങ്ങളും കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇടവേള ബാബു, ഇന്നസെന്റ്, കുറച്ച് പേരുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ന്യൂസ് എൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ അതും വെച്ച് തരാം. അപ്പം ഇതിൻ്റെ ഇടയിലെ കളികളും കാര്യങ്ങളൊക്കെ ഇപ്പം മെയിനായിട്ട് ചില ആൾക്കാരുണ്ട്. അത് നമുക്ക് മനസ്സിലായി കാണുമല്ലോ ആരൊക്കെയാണെന്ന്. എന്തായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് വെച്ച് തരാം. സംവിധായകൻ വിനയനെ വിലക്കിയ സംഭവത്തിൽ സിനിമാ സംഘടനകളായ അമ്മയ്ക്കും ഫെഫ്കയ്ക്കും പിഴ. വിനയന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് പിഴ ചുമത്തിയത്. സംഘടനാ ഭാരവാഹികളായ ഇന്നസെന്റ്, ഇടവേള ബാബു, സിബി മലയിൽ, ബി ഉണ്ണികൃഷ്ണൻ എന്നിവരും പിഴയടയ്ക്കണം. തനിക്കെതിരെ അപ്രഖ്യാപിത വിലക്കുണ്ടെന്നും തന്റെ സിനിമകളുമായി സഹകരിക്കരുതെന്ന് അഭിനേതാക്കൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും നിർദ്ദേശമുള്ളതായും ആരോപിച്ച് വിനയൻ നൽകിയ പരാതിയിന്മേലാണ് നടപടി. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ 4 ലക്ഷം രൂപ പിഴയടക്കണം. ഫെഫ്ക 85,594 രൂപയും ഡയറക്ടേഴ്സ് യൂണിയൻ 3,86,354 രൂപയും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ 56,661 രൂപയും പിഴയായി നൽകണം. ഇന്നസെന്റ് 51,478 രൂപയും ഇടവേള ബാബു 19,113 രൂപയും സിബി മലയിൽ 66,356 രൂപയും ബി ഉണ്ണികൃഷ്ണൻ 32,026 രൂപയും കെ മോഹനൻ 27,737 രൂപയുമാണ് പിഴയൊടുക്കേണ്ടത്. മലയാള സിനിമാ രംഗത്ത് ശക്തമായ മേധാവിത്വമുള്ള ഫെഫ്കയും അമ്മയും വിചാരിച്ചാൽ സംഘടനയിൽ അംഗമല്ലാത്തവർക്ക് പോലും പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും ഇത്തരം നിലപാടുകൾ മലയാള സിനിമയെ പ്രതികൂലമായി ബാധിക്കുമെന്നും കോമ്പറ്റീഷൻ കമ്മീഷൻ ഡയറക്ടർ ജനറൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. തന്നെ തേജോവധം ചെയ്യാനുള്ള ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയാണെന്ന് വിനയൻ പ്രതികരിച്ചു. അപ്പോൾ അതിനെതിരെ ഒറ്റയ്ക്ക് ഇന്ന് ഫൈറ്റ് ചെയ്ത് ഇവിടെ നടക്കുന്ന വൃത്തികേടുകൾ, അതായത് സംഘടനയെ ഉപയോഗിച്ച് ഇഷ്ടക്കാരല്ലാത്തവരെ അല്ലെ മുഖത്ത് നോക്കി വിമർശിക്കാൻ ധൈര്യം കാണിക്കുന്നവരെ സംഘടനയെ ഉപയോഗിച്ച് ഇല്ലാതാക്കുന്ന വൈര്യനിര്യാതന ബുദ്ധിയോടുള്ള പെരുമാറ്റം മലയാള സിനിമയിൽ അവസാനിപ്പിക്കണം. അദ്ദേഹം അന്ന് കേസിന് പോയിട്ട് ഏകദേശം കാര്യങ്ങളൊക്കെ പുറത്തു വന്നായിരുന്നു. അയാൾക്ക് കിട്ടേണ്ട കുറച്ച് നീതിയും കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ വിലക്കും കാര്യങ്ങളൊക്കെ മാറ്റി ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്താണെങ്കിൽ ഷമ്മി തിലകനാണെങ്കിൽ പോലും പല ഇടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പടത്തിന് അഡ്വാൻസ് തിരിച്ചു മേടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അത് കൊടുത്തിട്ട് പിന്നെ എൻ്റെ പടമാണെങ്കിൽ മുകേഷും സെറ്റും ഒക്കെ തന്നെ പറഞ്ഞത്. അതിങ്ങനെ ഒരു തമാശ രീതിയിൽ അദ്ദേഹം അതൊരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിനയന് സപ്പോർട്ടായിട്ട് നിന്നത് തിലകനും കൂടെ. തിലകൻ അത് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ലക്ഷ്യം ഞാനും ഇറങ്ങുന്ന സമയത്ത് തിലകൻ അതെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു പടം വരുന്നുണ്ട്, പക്ഷെ ആ പടം ഒരു ആവറേജ് പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. കാരണം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് വിനയൻ നല്ല രീതിയിൽ പടങ്ങൾ കൊണ്ടുവരുമായിരുന്നു. ആകാശഗംഗ ഓക്കെ, പക്ഷെ എൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ ഫ്ലോപ്പായി. കാരണം നല്ല പ്രൊഡ്യൂസറിനെ അവർക്ക് കിട്ടുന്നില്ല. പക്ഷെ 19 മിനിറ്റാണെന്ന് തോന്നുന്നു എൻ്റെ പൊന്നു ഗോകുലം ഗോപാലൻ ആ പടം നല്ല അടിപൊളിയായിട്ട് അദ്ദേഹം എടുത്ത് എനിക്കിഷ്ടപ്പെട്ടു. സത്യം പറയാത്ത പാട്ടാണെങ്കിലും എല്ലാം ആണെങ്കിലും വിനയനെ പോലെ അവരൊക്കെ കൊണ്ടുവരണ്ടേ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ. കാരണം നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ചിലപ്പോൾ ഒരുപക്ഷെ മാറ്റിയെടുക്കാനോ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു സത്യത്തിൽ അദ്ദേഹം. എന്തായാലും ഷമ്മി തിലകൻ്റെ നേരത്തെ അത് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ അത് കണ്ടതാണ് ഷമ്മി തിലകൻ്റെ. അതുകൊണ്ട് പിന്നെ നമ്മുടെ തിലകൻ സാറും പറയുന്നുണ്ട്. ഞാൻ അതൊന്ന് വെച്ച് തരാം, എന്തായാലും ഒന്ന് കേട്ട് നോക്കാം. ഞാൻ ഒരു കാരണവശാലും അമ്മയെ തള്ളി പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് അനുകൂലമായിട്ടാണ് ഞാൻ മൊഴി കൊടുത്തത്.
ആ മൊഴി വായിച്ചു നോക്കിയാൽ അറിയാം. അത് എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷന്റെ അതിനകത്ത് ജഡ്ജ്മെന്റിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വളരെ കാര്യമായിട്ട്, അതായത് അമ്മ സംഘടനയോ അമ്മയുടെ പ്രസിഡന്റിനെയോ സെക്രട്ടറിയോ ഒരു വിധത്തിലും ദ്രോഹമുണ്ടാക്കാത്ത രീതിയിൽ എന്നോട് പറഞ്ഞത് അമ്മയുടെ പ്രസിഡന്റായ ഇന്നസെന്റും മുകേഷും കൂടി ഇരുന്നാണ്ടാണ് ആ പടത്തിൽ നീ അഭിനയിക്കരുത്, അഡ്വാൻസ് തിരിച്ചു കൊടുക്കടാ, ഇല്ലെങ്കിൽ നിനക്കത് ദോഷമാകും എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയത് ശ്രീ മുകേഷ്. തമാശയായിട്ട്, അതായത് ഭീഷണി എന്ന് പറയുന്നത് കത്തിവെച്ച് കുത്തുന്നത് മാത്രമല്ലല്ലോ ഭീഷണി, തമാശയായിട്ട് ചിരിച്ചോണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്താം. പറഞ്ഞു ഫെഫ്ക പോകാൻ പറ സാറേ എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ നാളെ വരും ഇവിടെ. പിന്നെ ഫോറിൻ കൺട്രീസിൽ നിന്ന് പ്രവാസി മലയാളികൾ 12 പേരാണ് വന്നിരിക്കുന്നത്. അവരിവിടെ വന്നിട്ട് ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കി, ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പനി ഉണ്ടാക്കി, പിന്നെ വിനയൻ്റെ പടം ഡിസ്ട്രിബ്യൂഷൻ എടുത്തു. യക്ഷി ഞാനും ഇത് പുറത്ത് കാണിക്കല്ല, വെളിച്ചം കാണിക്കലെന്ന് പറഞ്ഞവരുണ്ട്, എടുത്തിരിക്കുകയാണ്. ഉടനെ അത് റിലീസാവും. അതിനിടയ്ക്ക് ഈ സമരം വന്നിരിക്കുന്നത്, അതൊന്ന് കഴിയട്ടെ. അതിനുശേഷം അവർ തന്നെ എടുക്കുന്ന പടത്തിലെ പ്രധാന വേഷം തിലകനായിരിക്കും, സംവിധാനം വിനയനായിരിക്കും. വിനയനും ഞാനുമായിട്ടുള്ള ബന്ധം നേരത്തെ ചോദിച്ചാൽ പൂർണ്ണമായില്ല. വിനയനും ഞാനുമായിട്ടുള്ള ബന്ധം ഇത്ര ഉള്ളൊരു സംവിധായകനും ഒരു നടനും ഇപ്പോഴും അതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിച്ചപ്പോഴാണ് എന്നെ പുറത്താക്കിയെന്നുള്ള ഒരു അടുപ്പം കൂടി ഞങ്ങൾക്കുണ്ട്. ഇനി ആ 15 അക്കം സംഘങ്ങൾ ഇപ്പൊ ഏകദേശം നമുക്കിപ്പോ 5-6 പേരെ പേര് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഷമീദലയനെ തന്നെ അതിനകത്ത് ഒരാളുടെ പേര് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ വ്യക്തികള് ആരൊക്കെയാണ് എന്തൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്തായാലും അമ്മയെ ദിലീപേട്ടൻ ഇല്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൂടി പേര് കയറ്റേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞ ആൾക്കാർ. അപ്പം മെയിനായിട്ട് ശരിക്കും കയറിക്കൊണ്ടിരിക്കുന്നത് മമ്മൂക്കയാണ്. സത്യം പറയണ ഓരോരുത്തരെ എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഓരോ വിഷയങ്ങളും കുത്തിപ്പൊക്കി പറയുന്നുണ്ട്. ഇനിയിപ്പം തെളിയുമായിരിക്കും എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ, തെളിയണമായിരിക്കും. കാരണം തെളിഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല, അല്ലെങ്കിൽ പിന്നെ ഇത് തന്നെ നടക്കും. അല്ലെങ്കിൽ പിന്നെ ബാല പറഞ്ഞ പോലെ തന്നെ ഇത് ചിലപ്പോൾ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ഒരു 8 ദിവസത്തെ ന്യൂസ് മാത്രമായിട്ട്. ഇതിപ്പം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വിഷയം വന്നുകൊണ്ട് മുല്ലപ്പെരിയാർ വിഷയം മാറി, അർജുൻ്റെ കേസായിട്ട് മാറി, വയനാട്ടിലെ ഇത് മാറി. ഇപ്പം എല്ലാവർക്കും ഈ ന്യൂസ് മതി. നിങ്ങൾ അതും കൂടെ ഒന്ന് ചിന്തിക്കണം. പ്രത്യേകിച്ചും വയനാട്ടിലെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഈ പ്രശ്നം കഴിഞ്ഞ് ഒരു 10-25 ദിവസം കഴിഞ്ഞ് അവരെ നമ്മൾ വീടിൻ്റെയും കാര്യങ്ങളൊക്കെ ചിന്തിക്കാമെന്ന് പറഞ്ഞു, അതൊന്നും നടന്നിട്ടില്ല. എല്ലാവരും അതും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. പിന്നെ ഈ ഒരു സമയത്ത് എന്താ പറയേണ്ടത്, നമ്മുടെ ഇതാണ് വേണ്ടത്, സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ വിഷയം, ഇതൊക്കെ മറന്നു പോവല്ലേ ഗൈസ്. അതുകൊണ്ട് സ്നേഹം കൊണ്ട് പറയാണ്, ഈ സിനിമ ഇൻഡസ്ട്രിയിലെ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് മാറും. നമുക്ക് അവരുടെ കാര്യങ്ങളാണ് മെയിനായിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കയറി ഇടയ്ക്കാണ് ഇത് സംസാരിക്കുന്നത്. ഓക്കെ, എന്തായാലും സത്യം തെളിയട്ടെ. പിന്നെ അതുപോലെ തന്നെ കലാമണി സാറിൻ്റെ എനിക്കിപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമല്ലോ. ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ഈ വീഡിയോസൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു, ഡാനി ചില കലാമണി പണ്ട് ഒതുക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 10-45 വയസ്സുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, പണ്ടേ ഞങ്ങളിങ്ങനെ കേട്ടതാണ്. സത്യത്തിൽ ഇപ്പം ഏകദേശമൊക്കെ മനസ്സിലായി. അദ്ദേഹത്തിന് കിട്ടേണ്ട അവാർഡും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നല്ലോ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.